ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. വളരെ കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ളത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മുളക് പൊടി, 2 തരത്തിലുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. കാശ്മീരി എടുക്കണം നിർബന്ധമില്ല. ഇത് കളറിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ കാശ്മീരി എടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും. ഇത് ഗരം മസാലയാണ്. അത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ളത് മാത്രം മതി. പിന്നെ ഇത് ഇഞ്ചി പേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് കരിവേപ്പില, അതുപോലെ ഉപ്പും, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ. ഇൻഗ്രീഡിയൻസ് മൊത്തം നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെറുനാരങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണലി ആഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ, അതായത് കുറച്ചും കൂടി മുളക് പൊടിയോ ഉപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരു അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എടുത്തിട്ടു. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഹൈ ഫ്ലെയിമിൽ നന്നായി ചൂടാക്കി എടുക്കുക. അതിനുശേഷം മാത്രം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചിക്കൻ മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തീ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം ഫ്രൈ ആക്കി എടുക്കണം. ഇത് സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ട് കുക്കാവില്ല, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മറ്റേ ഭാഗം കൂടെ കുക്ക് ചെയ്തിട്ട് ഞാൻ സെർവ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇത് അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്